അഖിൽമാരാറിനെതിരെ കേസ് കൊടുത്തേക്കുവാണ് ശോഭ വിശ്വനാഥ്. ശോഭ വിശ്വനാഥിനെ അഖിൽമാരാറിനെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം. രണ്ടുപേരും ബിഗ് ബോസ് 5-ലെ മത്സരാർത്ഥികളായിരുന്നു. അഖിൽമാരാർ വിന്നറും ആയിരുന്നു. 2 കേസാണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത് പോക്സോ കേസ്, അഖിൽമാരാറിനെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ തല്ലും എന്നാണ് ഒരു കേസ് പോയേക്കുന്നത്. അതിന് അഖിൽമാരാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുട്ടികളെ തല്ലും എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. നാളിതുവരെ മക്കളെ തല്ലുന്ന പോയിട്ട് അവരോട് കയർത്ത്, അതായത് ദേഷ്യപ്പെട്ട് സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ എന്നുള്ളത്. ബിഗ് ബോസിൽ ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ സമയത്ത് അഖിൽമാരാരുടെ കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ കുട്ടികളോട് ഇങ്ങനെ അച്ഛൻ തല്ലോ എന്നും കണ്ട് ശോഭയോ ജുനൈസോ ആരോ ചോദിക്കുന്ന സമയത്ത് ആരാ ഞാൻ മറന്നുപോയി, കുട്ടികൾ ആം എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഇനി അത് വെച്ചിട്ടാണോ ശോഭ വിശ്വനാഥ് കേസ് കൊടുത്തേക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് അറിയില്ലാത്ത കാര്യമാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ അഖിൽമാരാർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പിള്ളേരോട് ഇടപഴകുന്നത്. അതുപോലെ പിള്ളേരും പേരൊക്കെയാണ് വിളിക്കുന്നത്, എടാ അല്ലെങ്കിൽ പേരൊക്കെ വിളിച്ചിട്ട് ആണ്, അങ്ങനെ എടാ പോടാ ഒരു ബന്ധമാണ്. അപ്പോൾ കുട്ടികളെ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ശോഭ വിശ്വനാഥ് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഖിൽമാരാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് വായിക്കാം. അഖിൽമാരാറിന് ലഭിച്ച പോലീസിന്റെ നോട്ടീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പരാതിക്കാരി ശോഭ വിശ്വനാഥ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു സ്ത്രീ പരാതി കൊടുത്താൽ CRPC സെക്ഷൻ 153 പ്രകാരം കേസെടുക്കണം. അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പോക്സോ കേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഏറ്റവും അവസാനം ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ്. സീസൺ 5 ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. എന്നാൽ കൈക്കൂലി കൊടുത്തും, അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞും ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത്. 3 പെൺകുട്ടികൾ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വെച്ചു. ഒരമ്മ തന്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു. വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ശോഭയോട് ചോദിച്ചു. ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാതെ ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും 4ാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തു എന്ന പകയാണ് കൊണ്ടു നടക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നു. ഇവരെ പോലെ ഉള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും. സ്ത്രീയും പുരുഷനും തുല്യരാണ്, പക്ഷെ സ്ത്രീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും എന്നാണ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശോഭ വിശ്വനാഥിന് അഖിൽമാരാറിനോടുള്ളത് ബിഗ് ബോസിന്റെ ഒരു കപ്പ് കിട്ടാത്തതിന്റെ ദേഷ്യമാണെന്നാണ് അഖിൽമാരാർ പറയുന്നത്. ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് അത്രേ ശോഭ വിശ്വനാഥൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു അഖിൽമാരാറിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അതിനൊക്കെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ കൊണ്ടുപോയി ശോഭ വിശ്വനാഥ് വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കണം നമ്മൾ കണ്ടിരുന്നു. ഇതിനൊക്കെ ശേഷം അഖിൽമാരാർ പല സ്ത്രീകളും ഇങ്ങനെ പറഞ്ഞു, ചില സ്ത്രീകൾ കിടന്നു കൊടുത്തിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ കയറിയെന്നൊരു പരാമർശം വന്നതിന് പിന്നെയാണ് ശോഭ വിശ്വനാഥായിട്ട് വഴക്കായതും നാദറയും അഖിൽമാരാറുമായിട്ട് പ്രശ്നമായതും കുറേ പേര് ഇതിനെ പ്രതികരിച്ച് രംഗത്ത് വന്നതും പിന്നെയാണ് ശോഭ വിശ്വനാഥ് ഇതൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് കേസ് കൊടുക്കാൻ പോയതും. എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പബ്ലിക്കായിട്ട് അഖിൽമാരാർ ഒരു കാര്യം വന്ന് പറയുമ്പോൾ തെളിവുകൾ കൂടി വെച്ചിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചില സ്ത്രീകൾ എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള രീതിയിലുമായിരുന്നെങ്കിൽ വേണ്ടിയിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ജാൻമണിയെ പോലുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ അപമാനിച്ചുകൊണ്ടും അഖിൽമാരാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ശോഭ വിശ്വനാഥന് ഇവരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലാത്ത കാര്യമാണ്. പക്ഷെ ഒന്ന് വ്യക്തമാണ്, കപ്പ് കിട്ടാത്തതിൽ ശോഭ വിശ്വനാഥ് ആ ഒരു 4ാം സ്ഥാനത്ത് എത്തിയത് ആ ഒരു ഫിനാലെ സമയത്ത് നമ്മൾ കണ്ടാണ്. 4ാം സ്ഥാനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മുഖഭാവം ശരിക്കും മാറിയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് എങ്കിലും അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും അഖിൽമാരാർ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ യോജിക്കുന്നു. ഇതൊക്കെ വ്യാജ കേസുകളാണെങ്കിൽ, അതായത് കുട്ടികളെ തല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്ന വ്യാജ കേസുകളാണെങ്കിൽ നാളെ എന്തെങ്കിലും നീതി കിട്ടേണ്ട സ്ത്രീകൾ പോയിട്ട് ഒരു പരാതി ഉന്നയിക്കുമ്പോൾ എല്ലാവരും സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമത്തിന്റെ ആനുകൂല്യം വെച്ചിട്ടായിരിക്കാം ഒരു സ്ത്രീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് സംശയപ്പെടാതിരിക്കട്ടെ. അപ്പൊ ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. പിന്നെ ഉള്ളത് നമുക്ക് അറിയത്തില്ല ഇത് സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അഖിൽമാരാർ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു
പറഞ്ഞെങ്കിൽ ആളുടെ പക്കൽ തെളിവുണ്ടെന്ന് ആദ്യത്തെ ഒരു വീഡിയോ തന്നെ ആൾ പറഞ്ഞിരുന്നു. അപ്പൊ തെളിവുകൾ വെച്ചിട്ട് നമ്മളെ കാണിക്കാനല്ല, പോലീസുമായിട്ടുള്ള കേസുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നീതി എന്തായാലും ലഭിക്കും. ഇനി കുട്ടികളെ തല്ലുന്നതും ഒക്കെ കെട്ടിച്ചമച്ചിട്ടുള്ള കേസാണെങ്കിൽ അതിനുള്ളത് ശോഭാ വിശ്വനാഥിന് കിട്ടട്ടെ. അപ്പൊ നീതി അർഹിക്കുന്നവർ കിട്ടട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 6 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പൊ ശരിക്കും അകത്ത് വേറൊരു ബിഗ് ബോസ്, ഇവിടെ പുറത്ത് വേറൊരു ബിഗ് ബോസ് പോലെയായിരുന്നു. അഖിൽ മാരാറും അദ്രീനോഷും തമ്മിലുള്ള പ്രശ്നം, അഖിൽ മാരാറും ജുനൈസും തമ്മിലുള്ള പ്രശ്നം, ഇപ്പൊ അഖിൽ മാരാറും ശോഭാ വിശ്വനാഥ് തമ്മിലുള്ള പ്രശ്നം. എന്താണെങ്കിലും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട്, ഇതിന്റെയൊക്കെ ബിഗ് ബോസിന്റെ എല്ലാ അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയു.